കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട നിരവധിയായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുഖത്തും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവും നിരന്തരം കൊമ്പുകോർക്കുകയും ചെയ്തിട്ടുണ്ട്. ചാഞ്ചാടുന്ന കേരളം കടക്കടിയിൽ ഉലയുകയാണ്. ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ വസ്തുത. കേന്ദ്രത്തിൽ നിന്ന് നിരന്തരം കടമെടുത്ത കേരളത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. കേരള മോഡൽ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന്റെ സാമ്പത്തിക മേഖല സമാനതകളില്ലാത്ത തരത്തിൽ ഉഴലുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ധനമന്ത്രി KN ബാലഗോപാലും അതിനു മുമ്പ് ഉണ്ടായിരുന്ന ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും പഠിച്ച പണി 18 നോക്കിയിട്ടും കടമെടുപ്പല്ലാതെ മറ്റൊരു തരത്തിലും കേരളത്തിന്റെ ഖജനാവ് നിറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. തമാശയ്ക്ക് പല ആളുകളും പറയും ലോട്ടറിയും കള്ളുമാണ് കേരളത്തിന്റെ പ്രധാന സാമ്പത്തിക വരുമാനമെന്ന. യാഥാർത്ഥ്യം ഒരു പരിധിവരെ അത് തന്നെയാണ്. പുതിയ വ്യവസായങ്ങളോ പുതിയ IT ഹബ്ബുകളോ അല്ലെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയെയോ തമിഴ്നാടിനെയോ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന് ഒന്നുമില്ല. കേരളം ബിഗ് സീറോ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കേരള മോഡലിനെ കുറിച്ചുള്ള വലിയ അവകാശവാദങ്ങൾക്കിടെ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധികൾ ആരും കാണുന്നില്ല. രൂക്ഷമായ ധനപ്രതിസന്ധിയും വർദ്ധിച്ചു വരുന്ന കടബാധ്യതയും സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലയെ ഒരേപോലെ ബാധിച്ചിട്ടുണ്ട്. വിദേശ പണത്തിന്റെ വരവ് കൊണ്ട് തന്നെയാണ് കേരളം ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ചോര നീരാക്കി മണലാരണ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികൾ തന്നെയാണ്, അതായത് പ്രവാസി മലയാളികൾ തന്നെയാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലും ആണിക്കല്ലും. ഇപ്പോൾ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം പലതരത്തിലും ഇതിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥിതിയെ ബാധിച്ചിട്ടുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. കടക്കണിയിൽ ഉലയുന്ന കേരളം രാജ്യത്തെ ഏറ്റവും ദുർബലമായ അഥവാ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയാണ്. അഥവാ വൂബ്ലിംഗ് എക്കോണമിയായി കേരളം മാറിക്കൊണ്ടിരിക്കുകയെന്ന ആശങ്കയാണ് പങ്കുവെക്കപ്പെടുന്നത്. സംസ്ഥാനത്തിന്റെ മൊത്തം കടം 6 ലക്ഷം കോടി രൂപയോളം എത്തിയിരിക്കുന്നു. CAG റിപ്പോർട്ടുകൾ പ്രകാരം 2023-24 വർഷത്തിൽ മാത്രം 1 ലക്ഷം കോടി രൂപയുടെ കടമെടുത്തത് സംസ്ഥാന ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് തുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് പണം കടമെടുത്ത കേരളത്തിൽ പെൻഷൻ കൊടുക്കുകയും കേരളത്തിന്റെ മറ്റോ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഒരു ഹരമാക്കി മാറ്റിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും ധനകാര്യ വകുപ്പ് മന്ത്രിയും. മുണ്ടക്കൈ ചൂരൽ മല ഉരുൾപൊട്ടൽ അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ യഥാവിധി സഹായിച്ചിട്ടില്ല എന്നതും മറച്ചു വെക്കപ്പെടുന്നില്ല. അവരെ സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ സഹായിച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ കടബാധ്യതയുടെ ഒരു അംശമെങ്കിലും കുറയ്ക്കാൻ കഴിയുമായിരുന്നു. കടമെടുത്ത പണം സർക്കാർ ധൂർത്ത് മൂലം ദൈനംദിന ചെലവുകൾക്ക് പോലും തികയാത്ത അവസ്ഥയായിരുന്നു കേരളത്തിൽ ഉള്ളത്. ട്രഷറി നിയന്ത്രണം മൂലം കരാറുകാർക്ക് ബില്ലിൽ മാറി നൽകാൻ കഴിയാത്തതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം മുടങ്ങുന്നതും താഴെത്തട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരിക്കുന്നു. ചെറുകിട കരാറുകാർ ഉൾപ്പെടെയുള്ളവർക്കാണ് ബില്ലുകൾ മാറാതെ അവർക്ക് പണം ലഭിക്കാതെ അവർ ജീവിത പ്രതിസന്ധിയുടെ കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷനുകളും ക്ഷേമ പ്രവർത്തനങ്ങളും മുടങ്ങുന്നതിന് പിന്നിലെ പ്രധാന കാരണവും ഈ കടബാധ്യത തന്നെയാണ്. കിഫ്ബി വികസനമോ ബാധ്യതയോ എന്ന ചോദ്യം ഇവിടെയുണ്ട്. നിയമസഭയോട് ഉത്തരവാദിത്തമില്ലാത്ത കിഫ്ബി പോലുള്ള ഏജൻസികൾ വികസനത്തിന്റെ പേരിലെടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാണ് തീർക്കുന്നത്. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളുടെയും സമഗ്ര പുരോഗതിയാണ് കിഫ്ബിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പറയുമ്പോഴും പരിധിയില്ലാതെ വായ്പയെടുത്ത കേരളത്തിന്റെ കടക്കണിക്ക് ആക്കം കൂട്ടുകയാണ് കിഫ്ബി. കിഫ്ബിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് സാമ്പത്തിക അടിത്തറയെ കൂടുതൽ തകർത്തു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കിഫ്ബി പോലുള്ള ഭരണഘടനാതീത സ്ഥാപനങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ ബാധ്യതയാകുമെന്ന മുന്നറിയിപ്പുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കേരളം നേരിടുന്ന 5 പ്രധാന വെല്ലുവിളികൾ പരിശോധിക്കുമ്പോൾ ഇവയെല്ലാമാണ്. പ്രവാസി പണത്തെ അമിതമായി ആശ്രയിക്കുന്നു. പ്രാദേശികമായ തൊഴിലവസരങ്ങളുടെ അഭാവം, അഭ്യസ്തവിദ്യരായ യുവാക്കൾക്കിടയിലെ രൂക്ഷമായ തൊഴിലില്ലായ്മ, റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലെ പരാജയം, സേവന മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് നൽകാത്തത് എന്നിവയാണത്. മൂലധന നിക്ഷേപത്തിന്റെ കാര്യത്തിൽ കേരളം വളരെ പിന്നിലാണ്. മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ മൂലധന ചെലവിനായി 13 മുതൽ 22% വരെ മാറ്റിവെക്കുമ്പോൾ കേരളത്തിൽ അത് കേവലം 10% മാത്രമാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന്റെ കാര്യത്തിലും കേരളം ഏറെ പിറകിലാണ്. തമിഴ്നാടും മഹാരാഷ്ട്രയും ബഹുദൂരം മുന്നിലാണ്. കേരളത്തിൽ നടക്കുന്ന നിക്ഷേപ സംഗമങ്ങളിലെ ധാരണാപത്രങ്ങൾ പലപ്പോഴും വെറും കടലാസു കഷ്ണങ്ങൾ മാത്രമായി മാറുന്നതിനും നമ്മൾ കാഴ്ചക്കാരാവുകയാണ്. നിക്ഷേപ സംഗമങ്ങളുടെ പേര് പറഞ്ഞ വിദേശത്ത് നടക്കും പ്രതിനിധികളെ ഇവിടേക്ക് ആകർഷിച്ച് ഒന്നും നടപ്പിലാകാതെ അവർ വന്നതുപോലെ തിരിച്ചു പോകുന്നതിനും കേരളം സാക്ഷിയാണ്.
ഇനി ഇതിന്റെ പരിഹാരം നമുക്ക് പരിശോധിക്കാം. അടുത്ത 12 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ വാർഷിക സാമ്പത്തിക വളർച്ചാ നിരക്ക് നിലവിലെ 8.8% നിന്നും 12% മുകളിൽ എത്തേണ്ടതുണ്ട്. ഇതിനായി ചെറുകിട വ്യവസായം, കൃഷി, ലോജിസ്റ്റിക്സ്, ഭക്ഷ്യസംസ്കരണം എന്നീ മേഖലകളിൽ വൻതോതിലുള്ള നിക്ഷേപം ആവശ്യമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തമാകണം. കേരളത്തിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി പൂട്ടലിന്റെ വക്കിലാണ്. എന്നാൽ PR വർക്കിന്റെ സർക്കാർ ഇതാ ലാഭത്തിൽ ആണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെന്ന് വ്യാപകമായി പരസ്യം ചെയ്യുകയാണ്. ഉൽപാദന മേഖലയിലെ നിക്ഷേപം വർദ്ധിക്കണം. ഉൽപാദന മേഖലയിൽ വൻകിട കമ്പനികൾ ഉൾപ്പെടെ വിദേശ കമ്പനികൾ ഉൾപ്പെടെ കേരളത്തിലേക്ക് വന്ന് നിക്ഷേപിക്കണമെങ്കിൽ ആ നിക്ഷേപകരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുമാത്രമല്ല, ചെറുകിട വ്യവസായങ്ങൾ പോലും തുടങ്ങുന്ന ആളുകളെ പരമാവധി ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ഭാഗത്ത് നടക്കം ഉണ്ടാകുന്നത്. അതിന്റെ പരിണിത ഫലമാണ് കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറാത്തതും. കേവലം രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾക്കപ്പുറം പ്രായോഗികമായ സാമ്പത്തിക പരിഷ്കാരങ്ങളും സമ്പൂർണമായ അഴിച്ചുപണിയും നടത്തിയാൽ മാത്രമേ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. ഇനി മാറി വരുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ ഇനി മാറാൻ പോകുന്ന സർക്കാർ ഈ കാര്യത്തിൽ പുതുതായി അധികാരമേൽക്കാനിരിക്കുന്ന സർക്കാർ ഈ കാര്യത്തിൽ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുകയും കേരളത്തിന്റെ സാമ്പത്തിക മേഖല രക്ഷപ്പെടുത്താൻ, വ്യവസായ സൗഹൃദമാക്കാൻ, നിക്ഷേപ സൗഹൃദമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.